സുരേഷ് ഗോപിക്ക് ടൂറിസവും പെട്രോളിയവും വകുപ്പ് കൊടുത്തതറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ റിയാസിനെതിരെ പൊങ്കാലയിടുന്നവർ അറിയാൻ ആരൊക്കെ വന്നാലും റിയാസിന്റെ തട്ട് താണു തന്നെയിരിക്കും. കേരളത്തിലെ ടൂറിസം രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ, വികസനങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ റിയാസിന് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കുണ്ടായി. സഞ്ചാര കേന്ദ്രങ്ങളുടെ ഭംഗി നിലനിർത്തി അവയെ പരിപാലിക്കുന്ന നയം റിയാസ് അധികാരത്തിൽ വന്നതിനു ശേഷമാണ് കേരളത്തിലുണ്ടായത്. കേരളത്തിന്റെ ടൂറിസം, പൊതുമരാമത്ത് മേഖലകളെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ പഠനം നടത്തി കേരളത്തിൽ ടൂറിസം ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിച്ചത് റിയാസിന്റെ അധികാരത്തിലാണ്. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കേന്ദ്ര ടൂറിസം വകുപ്പ് നൽകിയപ്പോൾ റിയാസിനെ ട്രോളുന്ന കാഴ്ചയാണ് കാണുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ വകുപ്പ് വിഭജനം പൂർത്തിയായതിന് പിന്നാലെ തൃശൂർ എംപിയും നിയുക്ത മന്ത്രിയുമായ സുരേഷ് ഗോപി ശാസ്ത്രി ഭവനിലെ പെട്രോളിയം ടൂറിസം മന്ത്രാലയങ്ങളിലെത്തി ചുമതലയേറ്റു. മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിയും റിയാസും ചേർന്ന് കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് കരുതണം. കേരളത്തെ ഒരു ടൂറിസം ഹബ്ബാക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതിന് റിയാസിന്റെ വലിയ കൂട്ടുകെട്ട് ആവശ്യമാണ്. ഇതുവരെ ആരും കണ്ടെത്താത്ത ടൂറിസം മേഖലകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കും. അടുത്ത വർഷം തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്തും. ഞാൻ നൽകിയ ഉറപ്പാണത്. അടുത്ത ദശാബ്ദത്തിന്റെ ടൂറിസം എന്താണെന്ന് പരിചയപ്പെടുത്തും. ഇതിനു മുൻപ് വന്നുപോയവർ വീണ്ടും വരിക. പുതുതായി വരുന്നവർക്ക് ആർത്തിയോടെ വരാൻ, അഭികാമ്യതയോടെ വരാൻ, കാമത്തോടെ വരാൻ ഒരു സംവിധാനം ടൂറിസത്തിൽ ഉണ്ടാക്കിയെടുക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. മന്ത്രിസ്ഥാനവും സിനിമയും ഒരുമിച്ച് കൊണ്ടുപോകും. ക്ലീൻ സ്ലേറ്റിലാണ് ഞാൻ നീങ്ങുന്നത്. യഥാർത്ഥ ഇന്ത്യ എന്താണോ അത് മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം. മനസ്സിലുള്ള കാര്യങ്ങൾ ക്യാബിനറ്റ് മന്ത്രിയെ അറിയിക്കും. അതിനുശേഷം വിശദ പദ്ധതികൾ തയ്യാറാക്കും. കേരളത്തെ ടൂറിസം രംഗത്തെ ഭാരതത്തിന്റെ തിലകക്കുറിയാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പക്ഷേ സുരേഷ് ഗോപിയുടെ ഇത്തരം വാഗ്ദാനങ്ങൾ കേരളത്തിന്റെ ടൂറിസം മന്ത്രിയായ റിയാസ് കൂടി അറിഞ്ഞിരിക്കണം. റിയാസ് സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ മാത്രമേ കേരളത്തിന്റെ ടൂറിസം രംഗത്ത് ഇനി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നടത്താൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.